ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു യുവർ ഗൈഡ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റിലെ ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടൻസി പേപ്പർ 3 പോർഷൻസ് ആണ്. അതിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ വീഡിയോ. അപ്പം നമുക്ക് 1 by 1 ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആർ എ പാർട്ട് ഓഫ് അക്കൗണ്ടിങ്, ബുക്ക് കീപ്പിംഗ്, ബോത്ത്, നൺ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ പാർട്ടാണ്. കാരണം ബുക്ക് കീപ്പിങ്ങിൽ പകുതി വരെ കോൺസെപ്റ്റുകൾ വരുന്നുള്ളൂ. കംപ്ലീറ്റ് ആവുന്നത് അക്കൗണ്ടിങ്ങിലാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ പാർട്ടായിട്ടാണ്. ബുക്ക് കീപ്പിങ്ങിൽ ജേണൽസ്, ലെഡ്ജറൊക്കെയാണ് വരുന്നത്. വിച്ച് ഓഫ് ദീസ് ഈസ് നോട്ട് അവൈലബിൾ ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കമ്പനി? ടോട്ടൽ സെയിൽ, ടോട്ടൽ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ക്യാപിറ്റൽ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ അവൈലബിൾ അല്ലാത്തത്. ഇഫ് ഓണേഴ്സ് ക്യാപിറ്റൽ ഈസ് 50,000, ലൈബിലിറ്റി ഈസ് 30,000 ആൻഡ് ഫിക്സഡ് അസറ്റ് ഈസ് 70,000, ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കറണ്ട് അസറ്റ്? അപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷൻ ഉപയോഗിക്കേണ്ട ഒരു സർക്കംസ്റ്റൻസ് ആണ്. ക്യാപിറ്റൽ 50,000 ആണ്, ലൈബിലിറ്റി 30,000 ആണ്. അപ്പോൾ ടോട്ടൽ ലൈബിലിറ്റി സൈഡ് എത്രയാണെന്ന് കണക്ക് കൂട്ടുക. അതിനുശേഷം ഫിക്സഡ് അസറ്റ് 70,000 ആണ്. അങ്ങനെ ആകുമ്പോൾ ബാക്കിയായിരിക്കും എന്തെന്ന് പറയുന്നത്, കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. കാരണം ടോട്ടൽ ലൈബിലിറ്റി എന്ന് പറയുന്നത് ഇവിടെ 80,000 വരും. 50,000 പ്ലസ് 30,000 80,000. ഫിക്സഡ് അസറ്റ് 70,000 ആണ്. അങ്ങനെ ആകുമ്പോൾ ബാക്കി എത്രയാണ് കറണ്ട് അസറ്റ്? 10,000 രൂപയാണ് കറണ്ട് അസറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് വിൽ ബി ഡിറൈവ്ഡ് അറ്റ് ഡാഷ് സ്റ്റേജ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലാണ്, സമ്മറൈസിങ്ങിലാണ് നെറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് വരുന്നത്. ക്ലാസിഫിക്കേഷൻ നടക്കുന്നത് എവിടെയാണ്? ലെഡ്ജറിലാണ്. റെക്കോർഡിംഗ് നടക്കുന്നത് ജേണലിലാണ്. കോസ്റ്റ് ഓഫ് മിഷനറി 10 lakh, ഇൻസ്റ്റലേഷൻ ചാർജസ് 1 lakh, മാർക്കറ്റ് വാല്യൂ 12 lakh. വൈൽ ഫൈനലൈസിംഗ് അക്കൗണ്ട്സ്, ഇഫ് ദ കമ്പനി വാല്യൂസ് മിഷനറി 12 lakh, വിച്ച് കോൺസെപ്റ്റ് ഈസ് വയലേറ്റഡ് ബൈ ദ കമ്പനി? കോസ്റ്റ് കോൺസെപ്റ്റ്, മാച്ചിങ് കോൺസെപ്റ്റ്, റിയലൈസേഷൻ കോൺസെപ്റ്റ്, പീരിയോഡിസിറ്റി കോൺസെപ്റ്റ്. കോസ്റ്റ് കോൺസെപ്റ്റ് ആണ് വയലേറ്റ് ചെയ്യുന്നത്. The owner of a company included his personal medical expense in the company's income statement. Indicate the principle that is violated is owner of the company and personal expense include ചെയ്യുന്നത് വയലേറ്റ് ചെയ്യുന്നത് അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാപിറ്റൽ ആസ് ഓൺ 1/4/2020 rupees 90,000, capital introduced 25,000, drawing made rupees 35,000, capital as on 31/3/2012 1,25,000. What is the amount of profit? ഓക്കെ, ഇവിടെ ക്യാപിറ്റൽ ബിഗിനിങ്ങിൽ തന്നിട്ടുണ്ട്. ഫ്രഷ് ക്യാപിറ്റൽ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. 90,000 പ്ലസ് 25,000 മൈനസ് ഡ്രോയിങ്സ് 35,000, ദാറ്റ് ഈസ് 45,000 ആണ് റൈറ്റ് ആൻസർ. ക്യാപിറ്റൽ പ്ലസ് ഫ്രഷ് ഇൻട്രഡക്ഷൻ മൈനസ് ഡ്രോയിങ്സ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിഡ്രോ ഡ്രസ്സിംഗ് ഓഫ് അക്കൗണ്ട്. വിൻഡോ ഡ്രസ്സിംഗ് ഓഫ് അക്കൗണ്ട് ആണ്. വിൻഡോ ഡ്രസ്സിംഗ് മീൻസ് ഷോവിങ് മോർ പ്രോഫിറ്റ് ടു അട്രാക്ട് ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാനായിട്ട് മോർ പ്രോഫിറ്റ് കാണിക്കുന്നതിനാണ് നമ്മൾ വിൻഡോ ഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. ഒമിഷൻ ഓഫ് പൈസ ആൻഡ് ഷോവിങ് ദ റൗണ്ട് ഫിഗർ ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ബേസ്ഡ് ഓൺ മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്. പർച്ചേസ്ഡ് എ കാർ 10,000, paid 3,000 as cash and balance amount will be paid in 3 equal installment. Due to എന്തുകൊണ്ടാണ്? asset will increase by 7,000 with corresponding increase in liability of 7,000. According to which concept outstanding expense is included in P&L account? accrual concept. accrual concept ബേസ് ചെയ്തിട്ടാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് കൺസർവേറ്റിസം? ആൻറ്റിസിപ്പേറ്റ് ഓൾ ലോസസ് ബട്ട് നോട്ട് പ്രോഫിറ്റ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പി ഷോസ് പ്രോഫിറ്റ് ഓഫ് 6 lakh ഫോർ ദ ഇയർ എൻഡഡ് 31/3/2020. ദ ഫിഗർ ഹാസ് ബീൻ അറൈവ്ഡ് അറ്റ് ആഫ്റ്റർ ചാർജിങ് ഫോളോവിങ് അഗെയിൻസ്റ്റ് റവന്യൂ. പർച്ചേസ് ഓഫ് കാർ, ഇതിൽ കറക്റ്റ് ഓപ്ഷൻ സി ആണ്. ഞാൻ കൂടുതൽ ഓരോ ഓപ്ഷൻസും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കറക്റ്റായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. 7,10,000. X started business with capital 5 lakh,
At the end, his book showed total asset and total liabilities rupees 8,50,000 and 75,000 respectively. He withdrew 1,20,000 during his year. His closing capital and profit would be. നമ്മൾ മുമ്പേ ഉപയോഗിച്ച സെയിം ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇത് കണ്ടുപിടിക്കാം. ആർക്കെങ്കിലുമൊക്കെ ഇതിലേതെങ്കിലുമൊക്കെ ക്വസ്റ്റിൻ്റെ എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഇഫ് ആൻ അസറ്റ് ഈസ് ഇൻക്രീസ് ദർ വിൽ ബി കറസ്പോണ്ടിങ് decrease of another asset or increase of liability. Option C. Which of the following is revenue expenditure? Annual whitewash of factory building ആണ് revenue expenditure. Option C. If the wages are paid for construction of business premises, dash account is credited and dash account is debited. Cash account is credited and premises account is debited. Next question. The value of furniture is 80,000. Furniture purchased during the year was 40,000. During the year, some furniture was sold at 15,000 and loss of 5,000 occurred. The value of furniture on 31/3/2021 was 17,000. Depreciation charge will be 30,000 ആണ്. Revenue expenditure wrongly credited record as capital expenditure will result in overstatement of net profit and overstatement of asset. Onam advance given to employee is not an expense. Accounting for fixed asset, accounting standard 10 ആണ് അത് ഡീൽ ചെയ്യുന്നത്. Accounting standard 2 is valuation of inventory. The rule debit all expenses and loss and credit all income and gains is related to. Option C, nominal account. Recovery of bad debt written off previous will be credited to P&L account. Discount account will always have debit or credit balance. Discount allowedum discount receivedine depend ചെയ്തിരിക്കും അതിൻ്റെ ആൻസർ. Which of this account is debited? Option C, prepaid insurance premium ആണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്ന അക്കൗണ്ട് എന്ന് പറയുന്നത്. The trial balance shows closing stock of 50,000. It will be recorded in ട്രയൽ ബാലൻസിൻ്റെ ഉള്ളിലാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ബാലൻസ് ഷീറ്റ് മാത്രം റെക്കോർഡ് ചെയ്യുള്ളൂ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ട്രേഡിങ്ങും P&L അക്കൗണ്ടിലും നമ്മളത് ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മളത് കാണിക്കത്തില്ല. ഒന്നിലും അതുപോലെ മൂന്നിലും കാണിക്കത്തില്ല. അഡ്ജസ്റ്റ്മെൻറ്റ് തന്നാലാണ് ട്രേഡിംഗ് അക്കൗണ്ടിലും അതുപോലെ ബാലൻസ് ഷീറ്റിലും നമ്മൾ കാണിക്കുന്നത്. ഡിഫറൻസ് ഓഫ് ടോട്ടൽ ഓഫ് ബോത്ത് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് സൈഡ് ഓഫ് ട്രയൽ ബാലൻസ് ഈസ് ട്രാൻസ്ഫേർഡ് ടു സസ്പെൻസ് അക്കൗണ്ട്. ട്രയൽ ബാലൻസിൻ്റെ ഡിഫറൻസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് സസ്പെൻസ് അക്കൗണ്ടിലേക്കാണ്. Then opening and closing stock of debtor 30,000 and 40,000 respectively. Cash collected from debtors during the year 2,40,000. Discount of debtor 15,000. Bad debt return 10,000. Goods sold on credit were. Option D, 2,75,000. Which of the following error is not revealed by trial balance? Wrong amount entered in the books of original entry. Wrong amount entered in sales bill. Complete omission of an entry from the books of original entry. All of them. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദം. ഈ എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഏകദേശം നമ്മുടെ റാങ്ക് ഫയൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. റാങ്ക് ഫയൽ ഓർഡർ ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് അഡ്മിനെ മെസ്സേജ് അയച്ചാൽ മതി. ഈ തന്നിരിക്കുന്ന എല്ലാ എക്സ്പെൻസും കോമ്പൻസേറ്റിംഗ് എക്സ്പെൻസ് ഇയർ ഓഫ് കമ്മീഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ഇയർ ഓഫ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ എക്സ്പെൻസുകളും അങ്ങനെ വരുന്ന ഇറേഴ്സ് എല്ലാം നമ്മൾ ട്രയൽ ബാലൻസ് വഴി റിവീൽ ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ ഫൈൻഡ് ഔട്ട് ടോട്ടൽ ഓഫ് ഡെബിറ്റ് ഓഫ് ദ ട്രയൽ ബാലൻസ് ഫ്രം ദ ഫോളോവിങ് ബാലൻസ് ഷീറ്റ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഇഫ് ദ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്ട് ഓഫ് എ ട്രാൻസാക്ഷൻ ആർ റെക്കോർഡ് ഇൻ ക്യാഷ് ബുക്ക്, ഇറ്റ് ഈസ് കോൺട്രാ എൻട്രി. The beginning stock of the current year is overstated by 500 and closing stock is overstated 1,200. The effect on profit. Option D ആണ് 700 overstate. രണ്ടും ഓവർസ്റ്റേറ്റ് ആകുമ്പോൾ നമുക്ക് 700 ഓവർസ്റ്റേറ്റ് ആകാനാണ് പ്രോഫിറ്റ് സാധ്യത, കാരണം സ്റ്റോക്ക് ആയതുകൊണ്ട്. ചാർജസ് 10% ഡിപ്രീസിയേഷൻ ഓൺ മിഷനറി 1,420 ഡെബിറ്റഡ് 7,520 paid on installation machinery to profit and loss account at the time of preparing final account. Due to this error, net profit will decrease by 6,578. Salaries shown by cash
book 10,000, check issued but not presented for payment 4,000, check deposited but not collected 3,000, balance as per passbook will be option C 11,000. Calculate value of purchase from all following: opening stock, sales, gross profit margin 20%, closing stock 30,000. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് 1,30,000. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ ഇക്വേഷനൊക്കെ ഉപയോഗിച്ച് നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പാർട്ട് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റോ പാർട്ട് ഓഫ് ബാങ്ക് അക്കൗണ്ടോ പാർട്ട് ഓഫ് ക്യാഷ് ബുക്കോ അല്ല. നൺ ഓഫ് ദ എബോ ആണ് റൈറ്റ് ആൻസർ. ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ജനറലി വാല്യൂഡ് അറ്റ് cost price or market price, whichever is less. If the average stock is 20,000, closing stock 4,000 more than the value of opening stock, closing stock will be option D 22,000. Calculate closing stock using FIFO method. Correct answer option B ആണ് 1000. Calculate amount of gross profit. ഇതൊക്കെ ആപ്ലിക്കേഷൻ ലെവലുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 1,45,000. Amortization refers to write off intangible asset ആണ് amortization. A machine is purchased for 1 lakh. Installation 10,000 were incurred. Depreciation 10% was provided on straight line basis. The machine was sold 60,000 after 5 years. Calculate profit or loss. Option B ആണ് 5,000 ആണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. In case of reducing balance method, charge of depreciation is charged on the basis of written down value മെത്തേഡിൻ്റെ ബേസിസിലാണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ബി ലിമിറ്റഡ് ഇൻ ദ ബിസിനസ് എക്സ്ട്രാക്ടിങ് ഓഫ് കോൾ ഫ്രം മൈൻസ്, ഇറ്റ് ഷുഡ് ചാർജ് ഡിപ്രീസിയേഷൻ ആസ് പെർ ഡിപ്ലഷൻ മെത്തേഡ്. ദെൻ അഗെയിൻ എമൗണ്ട് ഓഫ് ലോസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ 720. ദ പർപ്പസ് ഓഫ് അക്കോമഡേഷൻ ബിൽ ഈസ് when both parties are need of ഫണ്ടാണ് അക്കോമഡേഷൻ ബില്ലിൻ്റെ പർപ്പസ്. രണ്ട് പാർട്ടിക്ക് ഫണ്ട് ആവശ്യമുള്ളപ്പോഴാണ് അക്കോമഡേഷൻ ബില്ല് വരിക. ഹൗ ലോങ് ഇസ് ദ പീരീഡ് ഓഫ് ഡേയ്സ് ഓഫ് ഗ്രേസ് ഓഫ് ബിൽ? 3 days ആണ്. നമുക്കറിയാം ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ പീരീഡ് ഓഫ് ഗ്രേസ് എന്ന് പറയുന്നത് നീട്ടിക്കിട്ടുന്നത് 3 days ആണ്. ബിൽ വാസ് ഡ്രോൺ ഫോർ 10,000 on 12th May. ദ ടേം ഓഫ് ബിൽ വാസ് 3 months. ദ ഡ്യൂ ഡേറ്റ് ഓഫ് ദ ബിൽ വിൽ ബി 14th August ആണ് കേട്ടോ. P sold goods to Q for 2 lakh. Q paid 60,000 cash. P allowed 2% discount and Q requested to draw a bill on the balance amount. The amount of bill will be 1,37,200. Prepaid rent is shown as current asset. Company wishes to earn 20% profit margin on selling price. Dash is the profit mark upon cost which will achieve the required profit. Right answer 25%. If closing stock appears outside trial balance, then it is included in trading account and balance sheet. Bills receivable discounted but not due till the date of final account is shown as footnote. Capital introduced in the beginning by C 40,000. Further capital introduced during the year 1000. Drawings rupees 200 per month. Closing capital 5,53,600. The amount of profit and loss is 15,000 ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. Only personal and real accounts are shown in trading account. Salaries paid in cash 2 lakh. It includes previous year outstanding salary 10,000 and salary paid in advance for the next year is rupees 20,000. Salary outstanding for the year is 15,000. Salary of dash shall be debited in P&L account. Option B 1,85,000. What will be the treatment of accrued income appears in the trial balance? Shown as current asset in the balance sheet. Working capital means current asset minus current liability. Outstanding expense shown in trial balance will appear liability side of balance sheet. Work in progress is shown in the balance sheet under which head? Option B current asset. Profit or loss on sale of extra asset is transferred to profit and loss account. The provision for discount on debtor is calculated on debtor after deducting provision for doubtful debt. ട്രയൽ ബാലൻസ് ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം ആണ്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി.
An increase in the provision for doubtful debt would result in dash in working capital and dash in net profit. Decrease in working capital and increase in net profit. State which of the following statement is false. ഓപ്ഷൻ സി ആണ്. ഇൻടാഞ്ചിബിൾ അസറ്റ് ഈസ് നോട്ട് ആൻ അസറ്റ്. ഇൻടാഞ്ചിബിൾ അസറ്റും ഒരു അസറ്റ് തന്നെയാണ്. ഇൻ ജേണൽ എൻട്രി വിച്ച് പെർട്ടൈൻസ് ടു ഔട്ട്സൈഡ് എക്സ്പെൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ് ആൻഡ് ഡിപ്രീസിയേഷൻ ആർ കോൾഡ് അഡ്ജസ്റ്റിംഗ് എൻട്രി. ദെൻ അഗെയിൻ ഒരു പ്രോബ്ലമാണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ്. ഓപ്ഷൻ സി ആണ്. ആൻ അപ്രോപ്രിയേഷൻ മെയ്ഡ് ഫോർ പേയ്മെൻറ്റ് ഓഫ് ടാക്സസ് സ്റ്റിൽ ടു ബി അസസ്ഡ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് റിസർവ്. ദെൻ പ്രൊവിഷനായിട്ട് ബന്ധപ്പെട്ടൊരു പ്രോബ്ലമാണ്. പ്രോബ്ലം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഇൻകം ടാക്സ് പെയ്ഡ് ബൈ സോൾ പ്രൊപ്പറേറ്റർ ഫ്രം ബാങ്ക് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട് അലൗഡ് അറ്റ് ദ ടൈം ഓഫ് സെയിൽ ഓഫ് ഗുഡ് ഈസ് നോട്ട് റെക്കോർഡ് ഇൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. എഗെയിൻ ഒരു വലിയ പ്രോബ്ലമാണ്. ദെൻ ഫിക്സ് അസറ്റ് ആർ ട്വൈസ് ദ കറണ്ട് അസറ്റ് ആൻഡ് ഹാഫ് ഓഫ് ക്യാപിറ്റൽ. കറണ്ട് അസറ്റ് 3 lakh and the investment 4 lakh. Then current liability recorded in balance sheet will be option B 1 lakh. Journal entry for goods worth 2000 distributed as free sample in the market will be, goods distributed as free sample in market will be option C ആണ്. അഡ്വർടൈസ്മെൻറ്റ് അക്കൗണ്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. പർച്ചേസ് അഡ്വർടൈസ്മെൻറ്റ് അക്കൗണ്ടിലേക്കാണ് നമ്മൾ വിടുന്നത്. അഡ്വർടൈസ്മെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസ് അക്കൗണ്ട്. Then a goods purchased worth 5,000 for cash, 20% trade discount, 5% cash discount. How much amount will be debited in purchase account? Option D ആണ്, 4,000 ആണ്. The main objective of bookkeeping are option D, analysis and interpretation of data. 1 and 2 ആണ് correct. Complete recording of transaction and ascertainment of financial effect on business. Which of the following is correct? Option B ആണ് correct. Current asset plus fixed asset minus current liability plus long term liability. Interpreting financial statement means explaining meaning and significance of the relationship of analysis of data. GAAP are generally accepted accounting principle. Fundamental accounting assumptions are going concern, consistency, accrual. Fixed asset and current asset are categorized as per the concept going concern. What is the effect of net asset if cash is received from debtor 5,000? No change. If market value of closing inventory is reduced below cost price, which of the following concept will play a role? Option C, realization concept. When accounting concept makes distinction between receipt of cash and right to receive cash. Accrual concept. The unexpaid portion of capital expenditure is shown in the financial statement as an asset. Present liability of uncertain amount which can be measured reliably by using a substantial degree of estimation is termed as option A, provision. Income tax demanded disputed by a company is contingent liability. Change in accounting policy is justified to all of the above. Purchase return account always show dash balance, credit balance. Trial balance is a statement. Rectification in the next financial year is done through profit and loss account. Then again ഒരു പ്രോബ്ലം ആണ്, ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. Which type of error occurs when credit sale wrongly posted to purchase book? Error of commission ആണ്. Under annuity method, the amount of depreciation is remain fixed for all time. Then again net profit compute ചെയ്യാനുള്ളൊരു പ്രോബ്ലം ആണ്. As per accounting standard 1, disclosure should form as part of final account. Discount is allowed Arun to Varun. Which of the following should course of action to the books? Option A ആണ് credit Varun account and debit discount allowed account. Journal record transactions in the of the firm in chronological manner. നമുക്ക് കൂടുതൽ വീഡിയോസ് ഒക്കെയാണ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.